എൻ്റെ പേര് അയ്യൂബ്. ഇതെൻ്റെ വൈഫാണ് ഖദീജ അയ്യൂബ്. ഞങ്ങൾ സ്വദേശം ഇവിടെ കീശ്ശേരി തവനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങൾ ഡിസംബർ 5 ഇവിടെ അഡ്മിറ്റ് ആവുന്നത് ഫോർ ഡെലിവറി. ആൻഡ് 6 ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എസ്പെഷ്യലി ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾക്കാകെ എക്സ്പീരിയൻസ് ഉണ്ടായത് ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ NICU ആണ്. അത് രണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾ ഇവിടത്തേക്ക് എത്തിപ്പെട്ടത് ഏകദേശം ഒരു നവംബർ 10 ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുന്നത്. അതുവരെ ഞങ്ങൾ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ മുഴുവൻ സമയം ഒരു ഗൈനക് ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് ഇവർക്ക്, വൈഫിനാണെങ്കിൽ AFA ലിക്വിഡ് കൂടുതലായിരുന്നു, അതോടൊപ്പം തന്നെ ഇൻസുലിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഡോക്ടർ പറഞ്ഞിരുന്നു അവിടെ നിന്ന് കാണിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞു ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ കാണാൻ വിളിച്ച സമയത്ത് ആദ്യം തന്നെ ഞാൻ വൈഫിനോട് ചോദിച്ചു ലേബർ റൂം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പലപ്പോഴും കാരണം ഇതിന് മുന്നേ ഞങ്ങൾക്ക് 2 ബേബീസ് ഉണ്ട്. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. ലേബർ റൂം എക്സ്പീരിയൻസ് പൊതുവേ ഈ ലേഡീസിന് പൊതുവേ ഏറ്റവും ഫിയർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ ലേബർ റൂം എന്നുള്ളത്. ലേബർ റൂം എക്സ്പീരിയൻസ് ഞാൻ പുള്ളിക്കാരിനോട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇവിടെ എത്തിയത് കൊണ്ട് അത്രയും സുഖകരമായിട്ട് എനിക്ക് പ്രസവിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റീസൺ പുള്ളിക്കാരി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, യഥാസമയം ഇവിടെ ഗൈനക് ഡോക്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ സ്റ്റാഫിൻ്റെതും എടുത്തു പറയേണ്ട ഒന്ന്, അവിടെ ലേബർ റൂം സ്റ്റാഫാണ്. നഴ്സസ് ആണെന്നുണ്ടെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും അവരോട് പെരുമാറി എന്നുള്ള രീതിയിലും വളരെ നല്ല അനുഭവമാണ് ലേബർ റൂം എക്സ്പീരിയൻസ് ആയിട്ടും പുള്ളിക്കാരി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഞങ്ങളൊരു എക്സ്പീരിയൻസ്, റേറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതലാണെന്നുള്ള ഒരു അഭിപ്രായങ്ങൾ പൊതുവേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ചെവിയിലെത്തിയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു റേറ്റ് അത്ര ഒരു ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള റേറ്റായിട്ടാണ്, നമുക്ക് ബില്ലിങ്ങിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലായി നമുക്ക് പ്രൊവൈഡ് ചെയ്ത ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു റേറ്റ് എന്നുള്ളത് നമുക്കത് കൂടുതലായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഓൾ ടുഗദർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും മുഴുവൻ ഇപ്പോൾ രാത്രികാലങ്ങളിലാണെന്നുണ്ടെങ്കിലും ലേബർ റൂമിൽ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി എന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞതും അതായിരുന്നു, നമുക്ക് ഇവിടെ എത്തിപ്പെട്ടത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസാണ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.